നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. KFRA സുവർണ ജൂബിലി ആഘോഷങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ BJP കമ്മിറ്റി DIG ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് BJP സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. PG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച മാധ്യമപ്രവർത്തകർക്ക് തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നൽകിയ യാത്രയയപ്പ് ചടങ്ങ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. KFRA സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കേരള സമൂഹം ശാസ്ത്ര പ്രബുദ്ധത വീണ്ടെടുക്കേണ്ടതുണ്ടെന്നും ആഭിചാരങ്ങൾ ആഘോഷമാക്കുന്ന പ്രവണത സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ശാസ്ത്ര സ്ഥാപനങ്ങൾ സാമൂഹ്യ നന്മയ്ക്കായി പ്രവർത്തന രീതികളിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്നും പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യ വന്യജീവി സംഘർഷം എന്നീ മേഖലകളിൽ കൂടുതൽ ഗവേഷണം നടത്തണം. ശാസ്ത്ര ഗവേഷണ പ്രവർത്തനങ്ങളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ നൽകുന്ന കാലമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി കെ രാജൻ കേരള വനഗവേഷണ സുവർണ ജൂബിലി ലോഗോ പ്രകാശനവും അന്താരാഷ്ട്ര സൈലേറിയം വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ഔഷധ സസ്യ കർഷകരുടെ അനുഭവപാഠങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ KP സുധീർ അധ്യക്ഷനായി. പ്രൊഫസർ B മോഹൻകുമാർ, ഡോക്ടർ CTS നായർ, രേഷ്മ സജീഷ്, ഡോക്ടർ N കൃഷ്ണകുമാർ, ഡോക്ടർ കണ്ണൻ CS, ഡോക്ടർ AV രഘു എന്നിവരും സംസാരിച്ചു. കുറെ കൂടി ആഴത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ കൂടി തിരിച്ചറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടി വരുന്നൊരു കാലത്ത് ക്ലൈമറ്റ് ചേഞ്ചിനും വനവൽക്കരണത്തിനും പരസ്പരം ബന്ധപ്പെടുന്ന നിരവധികളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. കേരളം പ്രവചനാതീതമായ കാലാവസ്ഥയുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2018 അതിഭീകരമായിട്ടുള്ള പ്രളയം ഉണ്ടായപ്പോൾ ഒരു പക്ഷേ വിമർശന ബുദ്ധി അതിൽ ഇടപെട്ടവർ പോലും പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളം IMDയുടെ മാത്രം നിർദ്ദേശങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണ് വരാൻ പോകുന്ന ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതത്തെക്കുറിച്ച് നേരത്തെ പറയാതെ പോയത്. അത് യാഥാർത്ഥ്യമല്ലെങ്കിലും ഒരുപക്ഷെ ചുഴലിക്കാറ്റിനെ കുറിച്ച് ലോകത്ത് തന്നെ പ്രവചിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഏജൻസികളിൽ ഒന്നായിട്ടുള്ള IMD അതിന്റെ ബലം മാത്രം കിട്ടിയത് കൊണ്ടാണോ കേരളം ഒറ്റപ്പെട്ടു പോയത് എന്ന് തർക്കത്തിന് നിൽക്കാതെ 2019 മുതൽ തുടർച്ചയായി 3 വർഷക്കാലം ലോകത്തിന്റെ തന്നെ വിവിധ മേഖലകളിലുള്ള ഏജൻസികളുടെ റിപ്പോർട്ടുകൾ തേടാൻ കേരളം തയ്യാറായി. ഇപ്പോഴും ആ പ്രവർത്തനങ്ങൾ തുടർന്നു വരുന്നുണ്ട്. അത് GFS ആണെങ്കിലും IBM വെതർ ആണെങ്കിലും സ്കൈമെറ്റ് ആണെങ്കിലും നമുക്ക് അന്വേഷിക്കാൻ കഴിയുന്ന എല്ലാ ഏജൻസികളുടെയും പ്രവചനങ്ങൾ കേരളത്തിൽ തത്സമയം ലഭ്യമായിട്ട് പോലും കേരളം പ്രവചനാതീതമായ ഒരു കാലാവസ്ഥയുടെ കേന്ദ്രമായി മാറുന്നു എന്ന ദുഃഖം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. നഷ്ടപരിഹാരം കൊടുക്കുന്നതിന്റെ കണക്ക് മനുഷ്യന്റെ പ്രശ്നമായിട്ട് വരുമ്പോൾ ദേശീയ ദുരന്തത്തിന്റെ ഭാഗമായി ഈ പ്രശ്നങ്ങളെ ഉൾപ്പെടുത്താം എന്ന് നമ്മൾ തീരുമാനിച്ചു. പക്ഷേ വനങ്ങളിൽ തന്നെ മൃഗങ്ങൾ സ്വൈരവിഹാരം നടത്താൻ കഴിയുന്ന വിധത്തിൽ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ ആഴത്തിലുള്ള പഠനങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വനങ്ങൾ, വനവിഭവങ്ങൾ, ജന്തുജാലങ്ങൾ എന്നിവയുടെ ഡാറ്റാ ബാങ്ക് കൂടിയാണ് യഥാർത്ഥത്തിൽ KFRA എന്ന് പറയപ്പെടുന്ന ഈ വനഗവേഷണ കേന്ദ്രം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ടതില്ല. ജില്ലാ പോലീസ് മേധാവിയും മറ്റും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അഡ്വക്കേറ്റ് അനീഷ് കുമാറിനെതിരെയുള്ള കേസെന്ന് BJP ജനറൽ സെക്രട്ടറി MT രമേശ് ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ മിന്നും ജയത്തിൽ വിറളി പൂണ്ട ഇടതുപക്ഷം തൃശൂർ ജില്ലയിൽ BJPയെ ഭയപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ്. അത് വിലപ്പോവില്ല. രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ നിയമപരമായി മാത്രമല്ല രാഷ്ട്രീയപരമായും നേരിടുമെന്ന് MT രമേശ് പറഞ്ഞു. DIG ഓഫീസ് മാർച്ചിന് BJP മഹിളാ മോർച്ച നേതാക്കൾ നേതൃത്വം നൽകി. മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
കെ അനീഷ് കുമാറിനെതിരായി കള്ളക്കേസ് ചുമത്തി അദ്ദേഹത്തെ നിർവീര്യമാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിനെതിരായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി ജില്ലാ ഘടകം ഇത്തരമൊരു മാർച്ച് സംഘടിപ്പിച്ചത് എന്നിവിടെ സൂചിപ്പിച്ചു. ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. നിയമം അനുശാസിക്കുന്ന എല്ലാ മര്യാദകളെയും പാലിച്ചുകൊണ്ട് മാത്രമേ നാം രാഷ്ട്രീയ പ്രവർത്തനം നടത്താറുള്ളൂ. അങ്ങനെ നിയമത്തിന് കീഴിൽ നിന്നുകൊണ്ട്, നിയമത്തെ അംഗീകരിച്ചുകൊണ്ട്, നിയമത്തെ പാലിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി നേതാക്കന്മാർക്കെതിരായി, അതിൻ്റെ ജില്ലാ അധ്യക്ഷനെതിരായിട്ട് പോലീസ് തന്നെ കള്ളക്കേസെടുക്കുക എന്നുള്ളത് ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിശദീകരിക്കേണ്ടതാണ്. എന്താണ് നിങ്ങൾ ഇത് പ്രേരിപ്പിച്ച വികാരം? സാധാരണ 107 കേസെടുക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടാവണം. അങ്ങനെ എന്തെങ്കിലും കാരണം പറയാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കയ്യിലുണ്ടോ? കെ അനീഷ് കുമാർ എന്ന BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയാണോ? രാഷ്ട്രീയ സമരങ്ങൾ പ്രതിയായിട്ടുണ്ട്. ഈ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി BJP നടത്തിയിട്ടുള്ള നിരവധി രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുണ്ട്. ആ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ പ്രതിയായിട്ടുണ്ടാകും. അത് അനീഷ് കുമാർ മാത്രമല്ല, കേരളത്തിലെ 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാരും എല്ലാം അത്തരം കേസിൽ പ്രതിയായിട്ടുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ അനീഷ് കുമാർ പ്രതിയാണ് എന്ന് തൃശൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറയാൻ സാധിക്കുമോ? ഒല്ലൂർ സെന്റ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ പൊതുസമ്മേളനവും SSLC പരീക്ഷയിൽ ഉന്നത വിജയികൾക്കുള്ള അവാർഡ് ദാനവും റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. 100% വിജയം കൈവരിച്ച സ്കൂളിനെ മന്ത്രി അഭിനന്ദിച്ചു. PTA പ്രസിഡന്റ് ജോസ് ചാക്കോള അധ്യക്ഷനായി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ ജെറീഷ്, PTA വൈസ് പ്രസിഡന്റ് റിയോ റൈസൺ, സിസ്റ്റർ ജിത പോൾ CMC, ലോക്കൽ മാനേജർ സിസ്റ്റർ ലിസ്റ്റോ CMC, സ്റ്റാഫ് പ്രതിനിധി VG ആന്റോ എന്നിവർ സംസാരിച്ചു. പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ വിശിഷ്ടാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK രമേശ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബാബു തോമസ്, സ്വപ്ന രാധാകൃഷ്ണൻ, അജിത മോഹൻദാസ്, ഷൈജു കുര്യൻ, PTA പ്രസിഡന്റ് മുബീന നസീർ, MPTA പ്രസിഡന്റ് ശിൽപ ഷിബു, സ്കൂൾ വികസന സമിതി ചെയർമാൻ ഷിബു പോൾ, പ്രധാന അധ്യാപിക KJ ടെസി, സിസ്റ്റർ ദീപ്തി, ഫാദർ ജോർജ് കണ്ണംപ്ലാക്കൽ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ A ഗിരീശൻ സ്വാഗതവും ഹെഡ് മിസ്റ്റേഴ്സ് രേഖ രവീന്ദ്രൻ നന്ദിയും അറിയിച്ചു. Humanities വിഭാഗം ഡോക്ടർ അലൻ ബാബു. എനിക്ക് പ്രിയപ്പെട്ട പോയി അവിടെ പുതിയ കാലഘട്ടത്തിലുള്ള അപ്പോ നേരത്തെ പ്രിയപ്പെട്ട നമ്മുടെ സംസ്ഥാനത്തും ജില്ലയിലും ഈ കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ വേണ്ടി സമുചിതമായ രീതിയിലൊപ്പം ഹൈസ്കൂളിൽ 100% വിജയം ഉറപ്പുവരുത്താൻ നമുക്ക് A+ നേടിയ കുട്ടികളെ ധാരാളമായി കൊണ്ടുവരാൻ നമുക്ക് സാധിച്ച അഭിമാനത്തോടെ ഒരു അധ്യയനവർഷത്തിൽ നാം മുന്നേറുകയാണ്. ഈ അധ്യയനവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സംഘടിപ്പിച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്ത വിദ്യാഭ്യാസ കോൺക്ലേവ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. ആ കോൺക്ലേവ് SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയ രീതിയിലേക്കുള്ള പരിശോധന നടത്തുന്നുണ്ട്. ജനകീയ സമരങ്ങളെ ചോരയിൽ മുക്കരുതെന്ന് V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. BJP തൃശൂർ ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാറിനെതിരെയുള്ള കള്ളക്കേസുകൾ ചാർത്തി കാപ്പയിലൂടെ നാടുകടത്താനുള്ള പിണറായി പോലീസിന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച മഹിളകളടക്കമുള്ള പ്രവർത്തകർക്ക് നേരെ ലാത്തിച്ചാർജും ജലപീരങ്കിയും ഉപയോഗിച്ച് നരനായാട്ട് നടത്തിയ പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് BJP പാലക്കാട് മേഖലാധ്യക്ഷനും തൃശൂർ ജില്ലാ പ്രഭാരിയുമായ V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ.
കള്ളക്കേസുകൾ തുടരാനാണ് ഭാവമെങ്കിൽ ശക്തമായി നേരിടും. നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. ജനകീയ സമരങ്ങളെ ചോരയിൽ മുക്കി മുന്നോട്ട് പോവാനാണ് ഭാവമെങ്കിൽ ശക്തമായി തിരിച്ചടിക്കും. ജനകീയ കോടതിയിൽ തോറ്റതിന് BJPയുടെ ജില്ലാ പ്രസിഡന്റിന്റെ നെഞ്ചത്ത് കയറി നിരങ്ങിയാൽ നിർത്തേണ്ടത് നിർത്താൻ പ്രസ്ഥാനത്തിനറിയാം. കോൺഗ്രസ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ക്യാമ്പസുകളിൽ സുരക്ഷിത വലയം തീർക്കാൻ ഇനി കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ സുരക്ഷിതവും വിജയകരവുമായ പ്രവർത്തന മികവരെ അടിസ്ഥാനമാക്കി കോളേജ് ക്യാമ്പസുകളും ഇനി സുരക്ഷാ മികവിലേക്ക്. കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് കോളേജുകളിൽ പ്രവർത്തനക്ഷമമാകാൻ തയ്യാറാകുന്ന കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ തൃശൂർ റേഞ്ച് തല ഉദ്ഘാടനം തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ നടന്ന ചടങ്ങിൽ തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് S. അജിത ബീഗം IPS നിർവഹിച്ചു. തൃശൂർ സിറ്റി കമ്മീഷണർ ഇളങ്കോ R. IPS കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. മയക്കുമരുന്നിന്റെ ഉപയോഗം, വിപണനം, സൈബർ കുറ്റകൃത്യങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടങ്ങിയ ബോധവൽക്കരണത്തിലൂടെ വിദ്യാർത്ഥികളിൽ മാറ്റം കൊണ്ടുവരുന്നതിനും വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക കാര്യക്ഷമതയ്ക്കും സഹായകരമാകും. സ്ത്രീകൾക്ക് സ്വയം സുരക്ഷാ പരിശീലന ക്ലാസുകളും കൗൺസിലിംഗിലും ലഭ്യമാക്കി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പരിശീലന പരിപാടികളും സാധ്യമാക്കും. വിദ്യാർത്ഥികൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലൂടെ സാധിക്കും. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബീന TL അധ്യക്ഷത വഹിച്ചു. ഇക്കണോമിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ധന്യ ശങ്കർ KS സ്വാഗതവും തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ K. സുദർശൻ, ക്രൈംബ്രാഞ്ച് ACP മനോജ് കുമാർ, കൗൺസിലർ റെജി ജോയ് ചാക്കോള എന്നിവർ ആശംസയും ഇക്കണോമിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സത്യപ്രകാശ് നന്ദിയും അറിയിച്ചു. ഡോക്ടർ ജോൺ മത്തായി സെന്റർ ഇക്കണോമിക്സ് വിഭാഗത്തിന്റെ പുതിയ അക്കാദമിക് ബ്ലോക്കിലെ തറക്കല്ലിടൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും അക്കാദമിക മികവിനുമായി സർക്കാർ ഇതുവരെ 6000 കോടി രൂപ വിനിയോഗിച്ചതായി മന്ത്രി പറഞ്ഞു. 7636 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 4 നിലകളിലായാണ് കെട്ടിടം. 41 കോടി രൂപയാണ് ചിലവ്. 30 പേർക്ക് ഇരിക്കാവുന്ന 14 ക്ലാസ് മുറികൾ, 64 പേരെ ഉൾക്കൊള്ളിക്കുന്ന 4 ക്ലാസ് മുറികൾ, 350 പേർക്ക് ഇരിക്കാവുന്ന സെമിനാർ ഹാൾ, 100 പേർക്കുള്ള മിനി കോൺഫറൻസ് ഹാൾ, റിസർച്ച് ഹാൾ, ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ് ഉൾപ്പെടെ 3 സ്റ്റെയർ കേസുകൾക്കും വിഭാവനം ചെയ്തിരിക്കുന്നു. അരണാട്ടുകര ഡോക്ടർ ജോൺ മത്തായി സെന്ററിൽ നടന്ന പരിപാടിയിൽ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ MK ജയരാജ് അധ്യക്ഷനായി. രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ EK സതീഷ്, പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ M. നാസർ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. യൂണിവേഴ്സിറ്റി എഞ്ചിനീയർ ജയൻ പാടശ്ശേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിരമിച്ച മാധ്യമ പ്രവർത്തകർക്ക് തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ആദരം യാത്രയ്ക്ക് മന്ത്രി K. രാജൻ ഉദ്ഘാടകനായി. ജില്ലാ കളക്ടർ VR. കൃഷ്ണതേജ മികച്ച വിജയം നേടിയ മാധ്യമപ്രവർത്തകരുടെ മക്കൾക്കും പുരസ്കാരം നൽകി. തൃശൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് O. രാധിക അധ്യക്ഷയായി. തൃശൂർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറിയും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ പോൾ മാത്യു, ഉണ്ണി K. വാര്യർ, B. ജ്യോതികുമാർ, സുമ മോഹൻദാസ്, CG. സുനിൽകുമാർ എന്നിവരാണ് മാധ്യമ രംഗത്ത് നിന്ന് വിടവാങ്ങിയത്. തുടർന്ന് വിരമിച്ച മാധ്യമ പ്രവർത്തകർക്കുള്ള ഉപഹാരവും നൽകി. അടുത്തത് കേരള, ഇനി നമ്മുടെ സ്വന്തം ജില്ല. അടുത്തത് നമ്മുടെ ഇപ്പൊ +2-ലും ഫുൾ A+ഓട് കൂടി വന്നിരിക്കുക. എഴുത്തിനിടയിൽ ആ പെശക് തീർക്കേണ്ടത് പ്രൂഫാണ്. ആ പ്രൂഫ് പലപ്പോഴും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ബിയോണ്ട് കറക്റ്റാണ്. ഇവിടെ പറഞ്ഞതുപോലെ പോൾ മാത്യു എന്ന് പറഞ്ഞാൽ ഇപ്പോ നേരത്തെ മുതൽ ദീപികയുടെ ഒരു പ്രതിനിധിയായി നമുക്ക് പണ്ട് മുതലേ പരിചയമുണ്ടെങ്കിലും മികച്ച സംഘാടകനായി രംഗപ്രവേശനം ചെയ്ത് മാധ്യമ പ്രവർത്തനത്തോടൊപ്പം സംഘാടനത്തിനും അതുല്യമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് എന്ന് തെളിയിച്ചു 2 വർഷക്കാലമായിരുന്നു. ഓരോ ചെറിയ ചെറിയ തൃശ്ശൂരിലെ പ്രസ് ക്ലബിന്റെ ഇടങ്ങളിലും പ്രസ് ക്ലബിന്റെ സാന്നിധ്യം ഉറപ്പിക്കുക, അതുപോലെ തന്നെ മറ്റു വിധത്തിൽ ശ്രദ്ധേയമായ സംഘടനാ പ്രവർത്തനം കൊണ്ട് പ്രസ് ക്ലബിനെ ശക്തമാക്കുക. സുലേഖം പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ധാരണ. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. ഒരു ചെറിയ എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് മാത്രമല്ല, ചേട്ടനെ CG. സുനിൽകുമാറിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ആ മാധ്യമത്തിൽ അങ്ങനെ പോകാൻ കഴിയാത്ത വിധം അത്രമേൽ അതിൻ്റെ ഇടത്തിലും നേതൃത്വത്തിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ജ്യോതികുമാറിന്റെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞു. സ്കൂൾ ആൻഡ് ഫാൻസി ഐറ്റംസിന്റെ വലിയ ലോകം SR കളക്ഷൻസ് പുത്തൂർ.
ബാഗുകൾ, നോട്ട് ബുക്കുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഐറ്റംസിനുമൊപ്പം ഫാൻസി ആഭരണങ്ങൾ, ഇമിറ്റേഷൻ ആഭരണങ്ങൾ, ലേഡീസ് ബാഗുകൾ, ഗിഫ്റ്റ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ്, ജെന്റ്സ് ആൻഡ് ലേഡീസ് ഫുഡ് വെയറുകൾ, ബർത്ത്ഡേ ഐറ്റംസ് തുടങ്ങിയവയുടെ വലിയ സെലക്ഷനുമായി SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. ന്യൂ ബോൺ ബേബി വെയേഴ്സ്, കുട്ടികൾക്കായുള്ള ടോയ്സ്, സൈക്കിളുകൾ തുടങ്ങിയവയ്ക്കൊപ്പം സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കിച്ചൺ ഐറ്റംസ്, കസേരകൾ തുടങ്ങിയവയുമായി SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ടൊന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. അഞ്ചേരി തോട്ടപ്പടിയിൽ രാത്രിയും പകലും കത്തിക്കിടന്ന് ഹൈമാസ്റ്റ് ലൈറ്റ്, നടപടിയെടുക്കാതെ അധികൃതർ. അഞ്ചേരി തോട്ടപ്പടിയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റാണ് രാത്രിയും പകലും കത്തിക്കിടക്കുന്നത്. 3 ആഴ്ചയോളമായി ലൈറ്റ് ഇത്തരത്തിലായിട്ട്. പകൽ സമയത്തും കത്തിക്കിടക്കുന്ന ലൈറ്റ് ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ KCB, കോർപ്പറേഷൻ എന്നീ വിഭാഗം ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ. കോർപ്പറേഷനു വേണ്ടി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ച കരാറുകാരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ഉടൻ പ്രശ്നം പരിഹരിക്കുമെന്ന് ഡിവിഷൻ കൗൺസിലർ അറിയിച്ചു. IHRDയുടെ കീഴിൽ തൃശൂർ വരടിയത്ത് പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2024 ജൂലൈ മാസത്തിൽ ആരംഭിക്കുന്ന കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 10-നകം വരടിയിൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അപേക്ഷ സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8547005022. പൂച്ചട്ടി എരവിമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ ബഷീർ അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചു. ബഷീർ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ പ്രസംഗം, സ്കിറ്റ്, ക്വിസ്, കൃതികൾ പരിചയപ്പെടൽ, കഥാപാത്രങ്ങൾ പരിചയപ്പെടൽ തുടങ്ങി
വിവിധ പ്രവർത്തനങ്ങൾ നടത്തി. വായനാ പക്ഷാചരണ സമാപനത്തിന്റെ ഭാഗമായി എരവിമംഗലം ഗ്രാമീണ വായനശാലയിൽ കുട്ടികൾക്ക് വായനശാലയെയും പുസ്തകങ്ങളെയും കുറിച്ച് അറിയുന്നതിന് സന്ദർശനമുണ്ടായി. വായനശാല പ്രസിഡന്റ് TR വിജയൻ, സെക്രട്ടറി ബൈജു എന്നിവർ കുട്ടികളുടെ വായനശാല സന്ദർശനത്തിന് നേതൃത്വം നൽകി. സ്കൂൾ പ്രധാന അധ്യാപിക പ്രസന്നകുമാരി, അധ്യാപകരായ ഷാലി, ബിന്ദു, അനു, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ റാഞ്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ദി YBN യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ PhD നേടിയ ഫാദർ വിപിൻ വർഗീസ് മുക്കാട്ടുകര ചിറയത്ത് മഞ്ഞില തറവാട്ടിലെ പരേതനായ CO വർഗീസിന്റെയും ബേബി വർഗീസിന്റെയും മകനാണ്. ജാർഖണ്ഡ് ഗോഡയിലെ സെന്റ് തോമസ് ICSC സ്കൂൾ പ്രിൻസിപ്പാളായി ജോലി ചെയ്യുന്നു. കേരള കാർഷിക സർവകലാശാല കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിൽ വർക്കേഴ്സ് സംഘിനെ ഉൾപ്പെടുത്താതെ നടത്താനിരുന്ന ഫാം അഡ്വൈസറി യോഗം സംഘടനയുടെ ശക്തമായ പ്രതിഷേധം മൂലം സ്ഥലം MLAയും റവന്യൂ മന്ത്രിയുമായി K. രാജൻ ഇടപെട്ട് മാറ്റിവെച്ചു. അഡ്വൈസറി യോഗം തുടങ്ങുന്നതിന് മുൻപ് ഫാം മേധാവിയെ സന്ദർശിച്ച് നേതൃത്വം 3 ഉപാധികൾ വച്ചു. യോഗം നടക്കുന്നുണ്ടെങ്കിൽ വർക്കേഴ്സ് സംഘിനെയും ഉൾപ്പെടുത്തണം. അംഗീകാരമില്ല എന്ന് പറയുന്ന മറ്റ് സംഘടനകളെ ഒഴിവാക്കണം. യോഗമല്ലെങ്കിൽ മാറ്റിവെക്കണം. 3 ഉപാധികൾ മുന്നോട്ട് വെച്ച് മേധാവിയുമായി BMS സംസ്ഥാന സമിതി അംഗം KV അച്യുതൻ സന്ദർശിച്ചു. 1.5 മണിക്കൂറോളം പ്രവർത്തകർ ഇരിപ്പുറപ്പിച്ചു. മന്ത്രിയുമായി സംസാരിച്ച് ഫാം മേധാവി യോഗം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. പ്രതിഷേധ പരിപാടിക്ക് BMS പാണഞ്ചേരി മേഖലാ സെക്രട്ടറി ദയാനന്ദനും തോട്ടപ്പടി BMS യൂണിയൻ പ്രവർത്തകരായ അനൂപ് സുധി ഉൾപ്പെടെ അണിനിരന്നു. BMS തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടവും മേഖലാ പ്രസിഡന്റ് AC കൃഷ്ണനും സഹായ സഹകരണങ്ങൾ നൽകി. പ്രതിഷേധ പരിപാടി BMS സംസ്ഥാന സമിതി അംഗം KV അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. അനൂപ് ശങ്കരപിള്ള പ്രതിഷേധ പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. മാടക്കത്ര പഞ്ചായത്ത് അംഗം ഷിനോജ്, വർക്കേഴ്സ് സംഘ് യൂണിയൻ പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. മറ്റൊന്നുമല്ല, കേരള കാർഷിക സർവകലാശാലയിൽ വർക്കേഴ്സ് സംഘിനോട് മാത്രം വെച്ച് പുലർത്തുന്ന വിവേചനം, ആ വിവേചനം ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. ഇന്ന് മണ്ണൂത്തി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം അഡ്വൈസറി മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. കേരള കാർഷിക സർവകലാശാലയിൽ എല്ലാ 3 മാസം തോറും കൃത്യമായി ഈ ഫാം അഡ്വൈസറി മീറ്റിംഗ് അതാത് കേന്ദ്ര മേധാവികളുടെ നേതൃത്വത്തിൽ നടത്തണമെന്നാണ് രൂപരേഖ പറയുന്നത്. ആ പ്രസ്തുത യോഗത്തിൽ അതാത് സ്ഥലങ്ങളിലെ ജനറൽ കൗൺസിൽ മെമ്പർമാരെയും അംഗീകൃത സംഘടനകളെയും തൊഴിലാളി പ്രതിനിധികളെയും എല്ലാം ഉൾപ്പെടുത്തണം എന്നും സ്ഥലം MLAയും പഞ്ചായത്ത് പ്രസിഡന്റും പ്രത്യേക ക്ഷണിതാവായിട്ട് അതിൽ പങ്കെടുക്കണമെന്നും അല്ലെങ്കിൽ അവരെ വിളിക്കണമെന്നുമാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ എന്ന് പറയുന്നത്. എന്നാൽ കേരള കാർഷിക സർവകലാശാലയിൽ തൊഴിലാളി വിഭാഗം സംഘടനകൾക്കൊന്നും അംഗീകാരമില്ല എന്ന് കൃത്യമായി സർവകലാശാലയുടെ ബന്ധപ്പെട്ട അധികൃതർ വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭ്യമാക്കിയിട്ടുണ്ട്. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി.
നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. വാർത്തകൾ തുടരുന്നു. വിശന്നിരിക്കുന്നവരില്ലാത്ത നഗരം എന്ന ലക്ഷ്യത്തോടെ ലയൺസ് ക്ലബ് ചേർന്ന് ആവിഷ്കരിച്ച ഹങ്കർ ഫ്രീ സിറ്റി എന്ന പരിപാടിക്ക് 1 വയസ്സ്. വാർഷികാഘോഷങ്ങൾ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പളപ്പില മുഖ്യാതിഥിയായി. ശക്തൻ തമ്പുരാൻ നഗറിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ പന്തലിൽ ദിവസവും 11:30 മുതൽ 500-ലധികം പേർക്ക് ഭക്ഷണം വിളമ്പുന്നു. തെരുവിൽ ജീവിക്കുന്നവരടക്കം നഗരത്തിൽ ആരും വിശന്നിരിക്കരുത് എന്ന ആശയത്തിന്റെ ഭാഗമായാണ് ഭക്ഷണം നൽകൽ. ഭക്ഷണം തെരുവുകളിൽ വിതരണം ചെയ്യുന്നത് മാലിന്യ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇതാദ്യമായി ആശയവിനിമയം നടത്തിയത് ഞാൻ ശ്രീ ജെയിംസ് പളപ്പിലുമായിട്ടാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ ആദ്യം വന്ന് സംസാരിച്ചത് പളപ്പിലയോട്. നമുക്കറിയാം, തൃശ്ശൂർ പട്ടണം ഏകദേശം 66 ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്വരാജ് റൗണ്ട്, അന്ന് ലോകത്തിൽ പോലും ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു സ്ഥലം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഏതെങ്കിലും വാഹനങ്ങളിൽ കടന്നു പോകുമ്പോൾ 11 മണി കഴിഞ്ഞാൽ നമുക്കറിയാം, അഭയാർത്ഥികളെ പോലെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ വളരെ അപമാനകരമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം ഞാൻ കണ്ടു. നമ്മളെല്ലാത്തിലും 1-ാം സ്ഥാനത്താണ് പറയുന്നത്. സാംസ്കാരിക തലസ്ഥാനം, വിദ്യാഭ്യാസ രംഗത്തൊന്നും, സാമ്പത്തിക രംഗത്തൊന്നും. പക്ഷേ ഇതാരും തന്നെ കണ്ടില്ല എന്ന് വെക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ യാദൃശ്ചികമായി ഞാൻ വളപ്പിലയിൽ നിന്ന് വിളിച്ചു വരുത്തി അദ്ദേഹത്തിനോട് ആശയവിനിമയം ചെയ്തു. ഇനമാതിരി നമുക്ക് ഇവരെ ഒരു കുടക്കീഴിൽ കൊടുക്കണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദന ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്നത് വിശപ്പിൻ്റെ വേദന. അത് കഴിഞ്ഞത്തെ മറ്റു വേദനയുള്ളൂ. ആ വിശപ്പിൻ്റെ വേദന ഇതുപോലെ റോട്ടിൽ നിൽക്കുന്ന അഭയാർത്ഥികളെ പോലെ അല്ലാതെ ഒരു കുടക്കീഴിൽ അവർക്ക് ഇരുത്തിക്കൊണ്ട് മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സന്ദർഭം നമുക്കുണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും മുളപ്പലയും കൂടി ആദ്യം ആലോചിച്ചു, ഇതെങ്ങനെ സഭയിൽ. അന്നത്തെ ആ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് എൻ്റെ ചേംബറിൽ വെച്ച് ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. അടുത്ത കാലത്ത് ഇടയ്ക്കിടെ കേൾക്കുന്ന വാർത്തയാണ് സ്കൂൾ ബസ് ഇറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വിദ്യാർത്ഥി വാഹനമിടിച്ച് പരുക്കുപറ്റി അല്ലെങ്കിൽ മരിച്ചു എന്ന ദുഃഖകരമായ സംഭവം. മണ്ണുത്തി മുക്കാട്ടുകര റോഡിൽ സ്കൂൾ ബസ് നിർത്തി ഇറങ്ങിയ കുട്ടിയെ ഡ്രൈവർ ബസ്സിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്നു. ഇതെല്ലാ സ്കൂൾ വാഹനം ഓടിക്കുന്നവർക്കും സഹായികൾക്കും സ്വീകരിക്കാവുന്ന മാതൃക. എൻ്റെ പേര് ലിൻഡോ. ഞാൻ താമസിക്കുന്നത് മണ്ണുത്തി വെള്ളാനിക്കര ബോസ്കോണറിലാണ്. ഞാനൊരു 20 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. സ്കൂൾ ട്രിപ്പാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഒരു തീരുമാനം എടുത്തു. നമ്മൾ ടി വികളിലും പത്രങ്ങളിലും പല അപകട വാർത്തകളും അറിയണതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ മീറ്റിങ്ങിൽ ഒരു തീരുമാനം എടുത്തത് ഇങ്ങനെയാണ്: ഓപ്പോസിറ്റ് സൈഡിലേക്ക് കടത്തുന്ന പിള്ളേരെ ഡ്രൈവർ ഇറങ്ങി അവരെ സുരക്ഷിതമായിട്ട് റോഡ് ക്രോസ് ചെയ്ത് വിടുക എന്നുള്ളൊരു തീരുമാനം എടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അന്ന് കടത്തിവിട്ടത്. ഞാൻ 20 വർഷമായി. എന്നേറ്റവും സീനിയറായിട്ടുള്ള കുറേ ഡ്രൈവർമാർ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അവരൊക്കെ എടുത്ത് പറഞ്ഞൊരു തീരുമാനം ഞാൻ നടപ്പിലാക്കി, അത്രമാത്രം. തൃശൂർ രാമവർമ്മപുരം ഗവൺമെന്റ് ഹിന്ദി അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ ഹിന്ദി അധ്യാപക തസ്തികയിലുള്ള 2 ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ജൂലൈ 11 രാവിലെ ഓഫീസിൽ ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം 0487 233 2340. മണ്ണുത്തി കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രം ജ്ഞാനദുർഗ ദേവിയുടെ പ്രതിഷ്ഠാദിനം ഭക്ത്യാദരപൂർവ്വം നടന്നു. രാവിലെ 4:30 പള്ളി ഉണർത്തൽ, ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം എന്നിവയ്ക്ക് ശേഷം 8:30 പഞ്ചാരിമേളം, 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പ്രസാദ ഊട്ട്.
നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് ഭാസ്കരൻ കെ മാധവൻ, സെക്രട്ടറി പ്രശാന്ത് എടത്തറ, ട്രഷറർ മനോജ് പൂക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. KFRI സുവർണ ജൂബിലി ആഘോഷങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ BJP കമ്മിറ്റി DIG ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് BJP സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. PG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച മാധ്യമപ്രവർത്തകർക്ക് തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നൽകിയ യാത്രയയപ്പ് ചടങ്ങ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.